ജോമോളെ കുറിച്ചിട്ട് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞങ്ങളുടെ ഷൂട്ടിനും എത്രയോ മുമ്പ് വടക്കൻ വീരാത എന്നുള്ള സിനിമ പോലും അറിയാതെ KTCയുടെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ ഇൻ്റർവ്യൂ ഉണ്ട്. കാസ്റ്റിംഗ് അന്ന് പിന്നെ ഈ കാസ്റ്റിംഗ് കോളൊന്നുമില്ല, അത് ഓരോരുത്തർ ആ സിനിമയുമായി ബന്ധമുള്ള ആളുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പം അങ്ങനെ വിളിച്ചിട്ട് ഞാൻ ചെല്ലുന്നതാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ യുവജനോത്സവത്തിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എവിടെയോ പെർഫോം ചെയ്തപ്പോൾ PVG സാർ അവിടെ അദ്ദേഹം കാണാനുണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛനോട് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പം അങ്ങനെയാണ് അത് പോകുന്നത്. അന്ന് ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ അഭിനയിച്ച് തുടങ്ങിയില്ല എന്ന് പറയാൻ കാരണം വടക്കൻ വീരാതയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ 3 സിനിമ അഭിനയിച്ചായിരുന്നു. മുദ്ര എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായിട്ട് എൻ്റെ മുഖം ഞാൻ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ പഠിപ്പുര എന്ന് പറഞ്ഞ PN മേനോൻ സാർ ഡയറക്ടർ, അതാണ് ഞാൻ ആദ്യമായിട്ട് സെറ്റിൽ ചെയ്തത്. പിന്നെ അനഘ എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് അവിടെ ഞാൻ ചെന്ന് ബാക്കി കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് സിലബസിലുള്ള ഒരു സാധാരണ ഒന്നാമത് ഞാൻ ഇൻട്രോവേർട്ട് അല്ല അതെ പക്ഷെ ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ യുവജനോത്സവത്തിലൊക്കെ ഉണ്ട്, ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അച്ഛൻ്റെ കൂടെ ഒതുങ്ങി മിണ്ടാതിരിക്കുക. അപ്പോഴാണ് ഒരാൾ സ്കൂട്ടറിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു, സൈഡിലൊരു ബാഗ് വന്ന്, ഭയങ്കര വൈബ്രന്റ് ആണ് ജോ അന്ന്. അപ്പൊ ആ ഒരു ഇതില് സത്യത്തിൽ ഞാൻ പേടിച്ചു ആദ്യമേ, ഒന്ന് സൂക്ഷിക്കേണ്ട ആളാണ് എന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് കയറിയപ്പോൾ MD സാറും അരിയൻ സാറും ഇരിക്കുന്നുണ്ട്. അപ്പോൾ മോൻ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയും, വേറെ എന്തെങ്കിലും പ്രസംഗിക്കാൻ അറിയും ഇല്ല, മോണാക്ട് ചെയ്യാൻ അറിയും ഇല്ല, മിമിക്രി അറിയും ഇല്ല. എന്നാൽ ശരി മോനെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയിക്കോളൂ. അപ്പോൾ തന്നെ ഞാൻ ഇന്റർവ്യൂന്ന് ഔട്ടാണ്. പിന്നെ അവിടെ ഒന്നും ഞാൻ പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അത് മേ ബി ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു. ജോമോളെ കണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. മൊത്തം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയും ഇൻട്രോവേർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് നമ്മൾ ഈ അത്രയും ക്രൗഡിനെയും അങ്ങനെയൊന്നും ഫേസ് ചെയ്തിട്ട് എനിക്ക് ശീലമില്ല. ഞാൻ പക്ക നിങ്ങളുടെ സങ്കല്പത്തിലില്ലാത്ത അത്രയും റിമോട്ടായിട്ടുള്ള ഒരു വില്ലേജിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ ആ പ്രായത്തിൽ. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ഐറ്റംസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കറിയില്ല സിനിമ എന്താണെന്ന് അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ക്യാമറ ഫേസ് ചെയ്തുള്ള ശീലമുണ്ട്, അതല്ലാതെ വേറെ ഒന്നും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ ലൊക്കേഷനിലേക്ക്. അപ്പോൾ അഭിനയിക്കാൻ ഞാൻ അതിന് മുമ്പ് എനിക്ക് വടക്കൻ വീരാതയ്ക്ക് മുമ്പ് തന്നെ എനിക്ക് ചില ഓഫേഴ്സ് വന്നു. ഞാൻ അങ്ങനെ അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ രണ്ടാമത് ഞാൻ ചെല്ലുന്ന ഒരു സെറ്റാണ് അനഘ എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഹരിയൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ബാബു PRS ബാബു എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പം അതിനകത്ത് ഞാൻ ചെല്ലുമ്പോൾ വീണ്ടും അതാ ജോമോളവിടെ. ദൈവമേ, ആ ഇന്റർവ്യൂ അപ്പൊ ഞാൻ ഓക്കെ, എനിക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ആ ഒരു ഇൻഹിബിഷനേ ഉള്ളൂ. അതായത് ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കാനൊക്കെയുള്ള പേടിയേ ഉള്ളൂ. പക്ഷെ അതല്ല, ആള് റിയൽ ടെററാന്നുള്ളത് ഷൂട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി. കാരണം നമ്മളൊക്കെ ക്യാമറ മുമ്പിൽ ഇങ്ങനെ പേടിച്ച് നിന്നിട്ട് ഓക്കെ ഡയറക്ടർ പറയുന്നത് ചെയ്യുക. അപ്പൊ നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ഡിമാൻഡ് ചെയ്യാണ്. മനസ്സിലായില്ലേ, അങ്കിൾ എനിക്ക് ഡയറി മിൽക്ക്, അന്ന് എന്തോ ചോക്ലേറ്റ് ഡയറി മിൽക്കാണ്, ഡയറി മിൽക്ക് എന്തോ ഒരു ചോക്ലേറ്റിന്റെ പേര് പറയുന്നു, എന്നിട്ട് ഷൂട്ട് മതി എന്നൊക്കെ. അതായത് ജോമോള് ഡിമാൻഡ് ചെയ്യും എന്താണ് എപ്പോഴാണ് ഷൂട്ട്, ആ ലൈനായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ ശരിക്കും ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നല്ലേ. കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി വടക്കൻ വീരാതയിലേക്ക് കാസ്റ്റിംഗ് തുടങ്ങി. അപ്പോൾ അത് സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് കോൾ വരുന്നു. അപ്പോൾ സെലക്ട് ആയി എന്ന് പറയുമ്പോഴും നമുക്കറിയില്ല വടക്കൻ വീരാതയിൽ എന്താ ക്യാരക്ടർ. അപ്പോൾ അച്ഛൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ചന്തുവിൻ്റെ കുട്ടിക്കാലാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ കുട്ടി പ്രായത്തിൽ എനിക്ക് അറിയില്ല ആരാണ് ചന്തു എന്നൊന്നും അറിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു തന്ന ചെറിയ അറിവൊക്കെ ഉള്ളൂ. പക്ഷേ ചന്തുവാണ് അതിൽ ഹീറോ എന്ന് മനസ്സിലായി അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഞാൻ ഹീറോയുടെ കുട്ടിക്കാലാണെന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, ഒരു 100-200ഓളം കുട്ടികളുണ്ട് ആ സെറ്റിൽ. അപ്പം ഞാൻ രാത്രി കഴിക്കാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് വലിയ സദ്യ പോലെയായിരുന്നു ഫുഡ് തന്നുണ്ട്. ഗുരുവായൂർ വലിയ അവിടെ കല്യാണം നടക്കുന്ന ഹാളിൽ ഇതിട്ടിട്ട് എനിക്കൊന്ന് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇവരെല്ലാം. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കല്യാണത്തിന് സദ്യ. അപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടിയുടെ അടുത്ത് അവർക്ക് വേണ്ടെന്ന് വന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തായിട്ട് അഭിനയിക്കുന്നത്, ചന്തുവായിട്ടോ. തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അന്ന് അവിടുന്ന് പരിചയപ്പെട്ട ഒരു 4 കുട്ടികളും പറഞ്ഞത് ചന്തു. അപ്പൊ എല്ലാവരും അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. മനസ്സിലായോ, വടക്കൻ വീരാതയിൽ വരണം, ചന്തുവായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതിലൊരാളാണ് ഞാനും.
അപ്പൊ ഞാൻ തിരിച്ച് റൂമിലെത്തിയപ്പോ അച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താ നിന്റെ റോൾ ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ ഞാൻ പറഞ്ഞു, ചന്തു എന്നല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞു. എനിക്ക് മടിയായിരുന്നു പറയാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് സെറ്റിലേക്ക് ചെല്ലണം. അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾക്ക് വേറെ സെഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് എൻ്റെ സീൻ എടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാനാണ് ചന്തു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ആണ് അടുത്ത ദിവസത്തെ സീനിലാണ് ഞാനും ജോമോളൊക്കെ കാണുന്ന സീൻ. ഇവര് പുത്തൂരം വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരുന്നു, അവിടുന്ന് ഇറങ്ങി വരുന്നു റോഷനും ജോമോളും. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള അതും ഞാൻ ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം എടുക്കുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് ജോമോള്. ഞാൻ ഞെട്ടി. അപ്പൊ നമുക്ക് ഈ ചൈൽഡ്ഹുഡിൽ നമുക്കൊരു ചെറിയൊരു ക്രഷും ഒരു ഇഷ്ടമൊക്കെ തോന്നും. എനിക്ക് തോന്നിയ ആര്യയുടെ അടുത്തായിരുന്നു. കാരണം ആര്യ ഭയങ്കര സോഫ്റ്റും ഭയങ്കര എന്താ പറയുക, നമുക്ക് ആരോടും അധികം വഴക്കില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് കഥ ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ വടക്കം പാട്ടിലുള്ള ഒരു തെറ്റായിരുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് അപ്പൊ പിന്നെ അവിടെ ഇരുന്നേ പറ്റുള്ളൂ. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ താലി കെട്ടുന്ന സീൻ വന്നപ്പോ എനിക്കാണെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്ക് ഈ താലി കെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കല്യാണം കഴിഞ്ഞു എന്നാണ് എന്റെ ധാരണ. ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കെട്ടാൻ പറയുന്നു. അപ്പൊ ഞാൻ കെട്ടിക്കോ. അപ്പൊ അവിടെ ഇങ്ങനെ ഞാൻ എത്തിയപ്പോ ഭാഗ്യത്തിന് അത് സുകുമാരി അമ്മയാണ് ബാക്കിൽ കെട്ടിയത്. അപ്പൊ സമാധാനം. പക്ഷെ അപ്പൊ എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ ക്യാമറ ഇവിടെ ഉണ്ട്. അപ്പൊ അതിന് ഞാൻ കെട്ടുന്ന പോലെ തോന്നും. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാരും കല്യാണം കഴിഞ്ഞു. അതും കഴിച്ചതാരാ? ഹാപ്പി ആയനെ. അങ്ങനെ കെട്ടതാണ് അന്ന്. പക്ഷേ ഞാൻ ഇത് കൊറേ എടുത്ത് ഈ ജോമോളെ പേടിനെ കുറിച്ച് പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ രണ്ടുപേരുടെ പറയാൻ പറ്റിയത്. സന്തോഷം. അതെ, 35 വർഷങ്ങൾക്ക് ശേഷം 35 വർഷം കാത്തിക്കേണ്ടി വന്നു ഒരു ക്രഷ് പറയാൻ. അരി ഒറ്റക്കാണോ ഹസ്ബൻഡോ? ഇല്ല കൊടുക്കാറുണ്ട്. അല്ല ശരിക്കും ഇതൊക്കെ വിനിയെന്ന് പറയുമ്പോഴും ഞാൻ ഇന്നലെ ആ സിനിമ വീണ്ടും വീണ്ടും കണ്ടു നോക്കി. ഒരു പേടി ആ മുഖത്ത് ഞാൻ കണ്ടില്ല. എന്താ സന്തോഷം. എന്നൊക്കെ ഇപ്പൊ പറഞ്ഞോ, ഇപ്പൊ നമ്മളോട് പേടിയാന്നൊക്കെ പറയുന്നു. എങ്കിലും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ നമുക്കൊരു വടക്കൻ വീരാതെ പറയാൻ പറ്റില്ല. തീർച്ചയായും. പിന്നെ അത് എന്താ പറയുക, നമ്മളൊരു ക്ലാസിക്കിന്റെ ഭാഗമായി എന്നുള്ളത് ആ പ്രായത്തിൽ നമുക്ക് അറിയില്ലല്ലോ. ഇന്ന് നമുക്കറിയാം എന്താണ് വടക്കൻ വീരാ. നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് വടക്കൻ വീരഗാഥയാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഏത് സിനിമയും വടക്കൻ വീരഗാഥ. അതിൻ്റെ അകത്ത് ഒരു മിനിസ്ക്യൂളാണ് നമ്മൾ. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നതിന്റെ ഫസ്റ്റ്, നമ്മൾ അഭിനയിച്ച പടങ്ങളുടെ ഫസ്റ്റ് പേര് പറയുന്നത് വടക്കൻ വീരഗാഥ. വി ആർ നോൺ ബൈ ദാറ്റ് നെയിം. എല്ലാരും ഈ ടെറർന്ന് വിളിക്കുന്നു ജോമോളെ കുറിച്ച്. ഇപ്പൊ കഴിഞ്ഞ എനിക്ക് തൊട്ട് മുന്നത്തെ ഇന്റർവ്യൂ നമ്മുടെ അമ്പിളി ഇരുന്നപ്പോ അല്ലെ, അന്നേരവും കുറെ കഥകൾ പറയുന്നു. ശരിക്കും അത്രയ്ക്കുള്ള എനിക്ക് സത്യമായിട്ട് അറിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ അടി ഉണ്ടാക്കുന്ന എനിക്ക് നല്ല അടി ഉണ്ടായിരുന്നോ? ഇവര് തമ്മില് അങ്ങനെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പുള്ളി അല്ല, ഇവര് തമ്മിൽ അടി കൂടുന്നുണ്ട്. ഞാൻ ഏതായാലും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാശ് കളയുന്നില്ല. അല്ല, ഞങ്ങൾ പറയുന്നത് ഇവരുടെ ഗ്യാങ്ങിൽ എല്ലാരും ഉണ്ട്. ഓൺടർപ്രണർ ഉണ്ട്, നടിയുണ്ട്, സംവിധായകനുണ്ട്, ഡോക്ടർ ഉണ്ട്, വക്കീലുണ്ട്. അമ്പിളി വക്കീലാണ്, പിന്നെ സൈക്കാട്രി ഉണ്ട്. എന്ത് വേണേലും ഇവർക്ക് ഈ ഗ്യാങ്ങിൽ ഹാൻഡിൽ ചെയ്യാം. അത് ചെയ്യും. അപ്പം അന്നത്തെ കാര്യം പറയാം, എന്ത് നീ പാവം പയ്യനോട് ഇത്രയും പാവം പയ്യനോട് എല്ലാരോടും ഓർമ്മയുണ്ടോ? ബിയോണിന്റെ അടുത്ത് അത്ര അടിയില്ല തോന്നുന്നു. ബിയോൺ കുറച്ചുകൂടി ചെറുതല്ലേ, നമ്മുടെ തവണ കുറെ കൂടി കാണിച്ചിരുന്നത്. അത് ഭയങ്കര പാവമായിരുന്നു. പിന്നെന്താണ്, തിരിച്ചു പറയും. ഒരു കാര്യം പറയുന്നത് മറിച്ച് അങ്ങനെ പറയില്ല, അങ്ങനെ എന്തോ തിരിച്ചു പറയും. എനിക്ക് ഓർമ്മയില്ലാത്ത ബിയോണ് അന്ന് ജോന്റെ ഓപ്പോസിറ്റ് കട്ടക്ക് നിൽക്കാൻ പറ്റിയ ഒരുത്തനായിരുന്നു. അപ്പൊ അങ്ങോട്ട് അടുക്കൂലായിരുന്നു. ഇവര് തമ്മിലായിരുന്നു വഴക്ക്. നീ ഒന്നും അറിയുന്നില്ല. നിനക്ക് ഓർമ്മയുണ്ടായിരുന്നു ഈ കഥയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എനിക്ക് എന്നെ കുറിച്ച് ഓർമ്മയില്ല. അല്ല, ബിയോൺ കുറച്ച് ക്വയറ്റ് ആയിരുന്നു. ഇവര് തമ്മിലായിരുന്നു വഴക്ക്. പിന്നെ എനിക്ക് പേടിയോട് ഞാൻ അവിടുന്നേ ഒഴിഞ്ഞു മാറും. അല്ല, എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഞാൻ തന്നെ എനിക്ക് ഭയങ്കര പേടി. അല്ല, ഉപദ്രവല്ല, ജോമോൾ ഭയങ്കര ഓവർ സ്പാട്ടായിരുന്നു. അപ്പൊ വിനീതേട്ടൻ പറഞ്ഞില്ലേ, നമുക്ക് കാണുമ്പോഴേ
ഓ ഇതൊരു വേറൊരു ടൈപ്പാണല്ലോ നമുക്ക് തോന്നില്ലേ. അതുകൊണ്ട് ഞാൻ കൂട്ടുകൂടാനും പോയിട്ടില്ല. ഇനി ഇവര് തമ്മിൽ വഴക്കൊടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. പിന്നെ റോഷൻ ചേട്ടനും വിനീതേട്ടനും എന്നോട് ഭയങ്കര പാവമായിട്ടാണ് പെരുമാറുന്നത്. എന്റെ ഉദ്ദേശം വേറെ അത് ഞങ്ങൾ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വഴക്കിൽ പോയിട്ടില്ല. പക്ഷെ വഴക്കുണ്ടാക്കി ദേഷ്യപ്പെട്ട് നടന്നു പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര വഴക്കുണ്ടാക്കി. ഇവര് രണ്ടുപേരും ഇറിറ്റേറ്റ് ചെയ്യായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ ജോമോൾ? ഇവര് രണ്ടുപേരും പിരികേറ്റ് തരുമായിരുന്നു തോന്നുന്നു. പിരികേറ്റുന്നതായിട്ട് എനിക്ക് ഇവര് തമ്മിലുള്ള റോഷനൊക്കെ നല്ല നല്ല വഴക്കാണ്. സിനിമയിൽ ഇവരുടെ ഇൻട്രോ തന്നെ ഇപ്പൊ ചന്തു വീട്ടിലേക്ക് കയറി വരുമ്പോ ഇവർ രണ്ടുപേരും അടികൂടി കൊണ്ടുവരുന്നത്. സ്വർണ്ണ നാണയങ്ങൾ ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് സീൻ ഇവർ അടിയാണ്. അവസാനം പിടിച്ചു വെക്കേണ്ട അവസ്ഥയിലേക്ക് അഭിനയിക്കുകയാണെന്ന് പറയേണ്ടി വന്ന ഒരു അവസ്ഥ അന്ന് ഉണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ജോ എങ്ങനെ വീട്ടില് നിങ്ങളെ പോറ്റിട്ടുണ്ടാവും. ഞാൻ ഒരു ബ്രദർ അല്ലേ, പയ്യന്റെ അവസ്ഥ. അയ്യോ അല്ല വീട്ടിൽ ഞാൻ അല്ല അത് ആക്ച്വലി പാവമാണ്. ഈ വെളിയിറങ്ങിയ പിള്ളേരോടെ ഉള്ളൂ ഉപദ്രവം. ഇവരുടെ അടുത്ത് മാത്രം ഇപ്പോഴാണ് അല്ല പിന്നെ എന്താ പറയാ ഒരു സ്വിച്ചിങ് നടക്കും. ഈ കുട്ടിക്കാലത്ത് അത്ര ഇതായ അവര് വലുതാകുമ്പോ അങ്ങനെ ആവണമെന്നില്ല. ഇനിയിപ്പോ അങ്ങനെ നടക്കുന്നില്ല.